മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം വയനാടിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് റസാഖ് സാറും ബ്രൈറ്റൺ കൺസൾട്ടൻസിയായിട്ട് എങ്ങനെ വന്ന് പരിചയപ്പെട്ടു? എങ്ങനെയാണ് സാർ ഈ യാത്രയിൽ നിങ്ങളെ സഹായിച്ചത്? ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ശരിക്കും റസാഖ് സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. പക്ഷെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ മറ്റുള്ള ഇതിൽ ഏജൻസുമായിട്ട് വ്യത്യസ്തമായിട്ട് ഒരു നല്ല ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചും കൂടി സാധാരണ ആളുകൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഫാക്റ്റായി ഉള്ള കാര്യങ്ങൾ വളരെ തുറന്ന് സംസാരിക്കുകയും എന്നാൽ നമുക്ക് തോന്നുന്ന സംശയങ്ങൾ അപ്പം തന്നെ വളരെ ഭംഗിയായി യാതൊരു മുഷിവും ഇല്ലാതെ നമുക്ക് സംശയങ്ങൾ തീർത്തു തരുന്ന ഒരു സ്വഭാവം, അതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഫസ്റ്റ് അപ്പിയറൻസ് തന്നെ എനിക്കിഷ്ടമായി. അപ്പോൾ മറ്റുള്ള നമ്മളുടെ ഏജൻസുമായിട്ടൊക്കെയുള്ള ആ ഡീലിങ്സ് ഞാൻ നടത്തിയിരുന്നു. പക്ഷെ എന്നാലും അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശരിക്കും റസാഖ് സാറിൻ്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിലേക്കൂടി മോനെ വിടുന്നുള്ളൂ എന്നൊരു തീരുമാനമെടുത്തു. ഈ അവസരത്തിൽ മോനോട് എന്താണ് പറയാനുള്ളത്? നന്നായിട്ട് പഠിച്ച് ഡോക്ടറായിട്ട് വരണമെന്നാണ് ആഗ്രഹം. എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് തന്നെ പറയാറുണ്ട്. എന്നിരുന്നാലും മൊത്തത്തിൽ ശരിക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാതാപിതാക്കളുടെ വലിയൊരു ആഗ്രഹം ആണ് നമ്മുടെ കുഞ്ഞൊരു ഡോക്ടറാകുക. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഡോക്ടറാകുക എന്നുള്ളതിനുപരി ഒരു ആതുര സേവന രംഗത്ത് ഒരു മികച്ച ഡോക്ടറാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടി നമ്മളുടെ രാജ്യത്ത് പണക്കാർ മാത്രമല്ല ഉള്ളത്, വളരെ അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ, വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. നമ്മൾ പണത്തിന് വേണ്ടി മാത്രം ആയിരിക്കരുത് ഈ തൊഴിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് വേണം ഒരു ഡോക്ടറാകാൻ. മാത്രമല്ല കഴിഞ്ഞിട്ട് ഉള്ളത് നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഈ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പോൾ 8 മണി മുതൽ 5 മണി വരെ, അതോടുകൂടി ഞങ്ങളുടെ തൊഴിൽ തീർന്നു. പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ച് അങ്ങനെയല്ല, 24 hour. കാരണം ഏത് സമയം ആവശ്യം വന്ന ഒരു രോഗി വരുന്നു, ആ സമയത്ത് എത്ര തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് ആ രോഗിയെ ശുശ്രൂഷിക്കാനുള്ള സന്മനസ് കാണിക്കുന്ന ഒരാളായിരിക്കണം നിർബന്ധമായിട്ടും ഒരു ഡോക്ടർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുതന്നെയാണ് എനിക്ക് മറ്റുള്ള എല്ലാ ഈ ഡോക്ടറാകാൻ പോകുന്ന മക്കളോടും പറയാനുള്ളത്. പിന്നെ മറ്റൊന്നും കൂടി പറയാനുണ്ട്, ഇത് പോകുന്നത് ഒരു കളിതമാശായിട്ട് എടുക്കരുത്, വളരെ സീരിയസ് ആയി എടുക്കേണ്ടതാണ് ഈ ഒരു ഉദ്യമം. അപ്പോൾ പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ പിടിയിൽ നിന്ന് മോചിതമായി നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്താണ് എത്തിപ്പെടുന്നത്. അപ്പോൾ അവിടെയുള്ള പല നല്ല സാഹചര്യങ്ങളും ചീത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം. അതിൻ്റെ നല്ലതിന് മാത്രം സ്വീകരിച്ചുകൊണ്ട് ചീത്തയെ തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ലൊരു ഡോക്ടറായി ഇവിടെ തിരിച്ചു വരണം എന്നാണ് എല്ലാ ഈ ഡോക്ടറാകാൻ പോകുന്ന കുട്ടികളോടും അതുപോലെ തന്നെ പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നവരോടും എനിക്ക് പറയാനുള്ളത്. എന്ത് തോന്നിയപ്പോൾ? ഒരു ത്രില്ല് നിൽക്കുന്നതല്ലേ, പഠിച്ചു വരാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.